ഇന്ദ്രേട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? അല്ലെങ്കിൽ തന്നെ ഇന്ദ്രേട്ടൻ ലോഡ്ജിൽ താമസിക്കുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞതേ അല്ല. അതറിഞ്ഞത് അമ്മ മാത്രമാ. സുകുമാരി വിളിച്ചു പറഞ്ഞു വന്ന കാര്യം അമ്മ സ്റ്റേഷനിൽ വെച്ച് സമ്മതിക്കുകയും ചെയ്തു. ആ ഫോൺ വിളിയൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല സത്യേട്ടാ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്ക്. നിന്നെ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ അറിയാതെ നിന്റെ ഫോൺ ഉപയോഗിച്ച് അമ്മയാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തൽക്കാലം ഇപ്പൊ അത് തെളിയിക്കാൻ പറ്റില്ലെന്ന് മാത്രം. അതിന് നിനക്ക് വിഷമമൊന്നും വേണ്ട സത്യ. നിന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ അതങ്ങ് സമ്മതിച്ചു തരാം. ഇന്ദ്രനും സുകുമാരിയും ലോഡ്ജ് മുറിയിലുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് ഞാൻ തന്നെയാ. എന്റെ ഫോണിൽ നിന്ന് വിളിക്കാനാ ഞാൻ ആദ്യം തീരുമാനിച്ചത്. പിന്നെ ആലോചിച്ചപ്പോ അനുപമയോടൊപ്പം ചേർന്ന് എനിക്ക് പണി തരാൻ നോക്കിയവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. അതൊരു കണക്കിന് നന്നായി. തൽക്കാലം പോലീസിന്റെ ഇന്ദ്രന്റെ സുകുമാരിയുടെയും മുമ്പില് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ. നിങ്ങൾ നാണൂല്ലേ? നിങ്ങളൊരു അമ്മയാണോ? ഒരു സ്ത്രീയാണോ നിങ്ങൾ? സ്വന്തം മകനെ വ്യഭിചാര കുറ്റത്തിന് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്ന് എന്ത് അഭിമാനത്തോടെ നിങ്ങൾ പറയുന്നേ? ശ്യാമേട്ടാ, ഇവര് നാളെ നിന്നോടും നിന്റെ കുഞ്ഞിനോടും ഇതുപോലെ ചതി കാണിച്ചെന്നിരിക്കും. ചിലപ്പോ എന്നെ വല്ല വിഷയം തന്ന് കൊന്നുകളയും. എന്നിട്ട് നിന്നെ നമ്മുടെ മോളെ അനാഥരാക്കി കളയും. ഒന്ന് ചെറിക്കാതിരിക്കടാ. നീ ചത്താലൊന്നും എന്റെ മോളും അവളുടെ കുഞ്ഞും അനാഥായി പോവില്ലടാ. അവർക്ക് ഞാനുണ്ടാവും. നിനക്ക് മരണഭയം ഉണ്ടെങ്കിലേ നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി പോടാ. പോകും, ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. പക്ഷെ ഒറ്റയ്ക്കായിരിക്കില്ല. ഈ നരകത്തിന് എന്റെ ഭാര്യയും മകളെയും ഞാൻ കൊണ്ടുപോകും. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കടാ. എങ്കിൽ നീ ഒരാണാണെന്ന് ഞാൻ പറയും. അമ്മേ, കൊരയ്ക്കുന്ന പട്ടി കടിക്കില്ലടാ. എന്റെ പടിക്കൽ കെട്ടിയ പട്ടി എന്നെ നോക്കി കൊരയ്ക്കുന്നോടാ. സോന വായിങ്ങട്. നീ പോയി മോനെടുക്ക. ഇപ്പൊ ഇവിടെ നടക്കണം. നിന്നോട് പോരാനല്ലേ പറഞ്ഞത്? വായിങ്ങോട്ട്. അതെ, പോകുമ്പോഴേ സച്ചി സാറിന് കൊടുക്കാനുള്ള 15 ലക്ഷം രൂപ ഇവിടെ വെച്ചേച്ച് പോണം. പറഞ്ഞേക്കാം.